സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങി എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലുള്ള ഒരു മൂവി തന്നെയായിരുന്നു ബ്രാൻഡ് ന്യൂടെ. അതുപോലെ തന്നെ പറയേണ്ടതാണ്, എല്ലാ എലമെന്റ്സും വളരെയധികം ബാലൻസ്ഡ് ആയ ഒരു മൂവി കൂടിയായിരുന്നു ഇത്. അപ്പോൾ അത് എന്തൊക്കെയായാലും നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ മൂവിയുടെ എൻഡിങ്ങിന്റെയും അതേപോലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെയും ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ന്യൂടെ മൂവി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഹെവി സ്പോയിലർ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് സ്പോയിലർ ഒന്നും കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക ചെയ്യാം. ആൻഡ് ദാറ്റ്സ് അപ് ടു യു. അപ്പൊ എന്തൊക്കെയായാലും പറഞ്ഞ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മൂവിയുടെ എൻഡിങ്ങിനെ കുറിച്ച് നോക്കാം. പിന്നെ ഞാൻ ഈ മൂവിയുടെ ഫുൾ സ്റ്റോറിയും തന്നെ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും സ്റ്റോറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എൻഡിങ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അതിൽ തന്നെ സ്പൈഡർമാനും ജീനും തമ്മിലുള്ള ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാം ശരിയായി എന്നിരിക്കെയാണ് പണിഷർ ആവശ്യമില്ലാത്തൊരു പണി കാട്ടിയതും പീറ്റർ ഹോസ്പിറ്റലൈസ് ആവേണ്ടി വന്നതും. എന്നിരുന്നാലും പിന്നീട് അതൊക്കെ ഓക്കെ ആയിട്ട് പീറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ വെച്ച് തന്നെ ആളുകൾ സ്പൈഡർമാനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു സീൻ കൂടിയായിരുന്നു അത്. പക്ഷെ അപ്പോഴും നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്റ്റിൽ പീറ്റർ പാർക്കർ ആരാണെന്ന് ആർക്കും തന്നെ ഇപ്പോഴും ഓർമ്മയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എം ജെക്ക് അറിയില്ലേ എന്ന്. എം ജെക്ക് സ്പൈഡർമാന്റെ റിയൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പീറ്റർ പാർക്കർ ആണെന്നും അതേപോലെ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ഒരാളെയും അറിയാമെന്നതിലുപരി പീറ്റർ പാർക്കർ ആരായിരുന്നുവെന്നും അവർ തമ്മിലുള്ള നിമിഷങ്ങളൊന്നും തന്നെ ഇപ്പോഴും എം ജെക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടത് സിനിമയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ പീറ്റർ നെഡിനെ കാണുകയും നെഡിനോട് സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുത്തുകൊണ്ട് പീറ്റർ നെഡിന്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. അവിടെ വെച്ച് അവർ അവരുടെ ആ ഒരു പഴയ സീക്രട്ട് ഹാൻഡ് ഷേക്ക് നെഡ് പോലും അറിയാതെ ആ ഒരു മസിൽ മെമ്മറിയുടെ പവറിൽ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ് നെഡ് പീറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ഇതുകൂടി കണ്ടപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവുന്ന ചോദ്യമായിരിക്കും, നെഡിന് പീറ്ററിന് ഓർമ്മ വന്നോ എന്ന്. എന്നാൽ അതിനുള്ള പ്രോബബിലിറ്റി കുറവാവാനാണ് സാധ്യത. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നെഡ് പണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ചെറിയൊരു സ്പാർക്ക് പോലെ വന്നിട്ടുണ്ടാവാം. അതല്ലാതെ പീറ്റർ പാർക്കറിന് ഓർമ്മ വരികയും അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമൊക്കെ തന്നെ ഓർമ്മ വരാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എം ജെ പീറ്റർ എഴുതിയ ആ ഒരു കത്ത് വായിച്ചതിന് ശേഷമുള്ള ആ ഒരു സീക്വൻസിൽ എം ജെ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ എനിക്ക് ഇതൊന്നും തന്നെ ഓർമ്മയില്ല എന്ന്. അതുപോലെ തന്നെ പീറ്ററിനെ എം ജെക്ക് ഇപ്പോൾ നേരെ അറിയുക പോലുമില്ല. സോ എം ജെക്ക് ഒരു കാര്യവും ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നെഡുമായിട്ട് ചെറിയൊരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെയുള്ള ചോദ്യം, നെഡിന് എങ്ങനെയാണ് പീറ്റർ എന്ന ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ വരാൻ കാരണവും. അതിൽ തന്നെ പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയാവുന്നത്, നെഡ് മൂവിയുടെ ഒരു പോർഷനിലായിട്ട് സ്പൈഡർമാന്റെ പേര് പീറ്റർ ആണ് എന്ന് അറിയുന്നുണ്ട്. അതായത് എം ജെ സ്പൈഡർമാനെ പീറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട്. അതിനൊപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ എം ജെ പീറ്ററിനോട് എം ജെ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ നെഡിനോടും കൂടി പറയാനായിട്ട് പീറ്ററിനോട് പറയുന്നുണ്ട്. എന്നാൽ പീറ്റർ അതൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ എം ജെ തന്നെ നെഡിനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ആയിരിക്കാം ഇതിന് കാരണമെന്ന് പറയാം. അതുപോലെ തന്നെ മൂവിയുടെ അവസാനമായിട്ട് ജീൻ ഗ്രേ ഒരു ബസ്സിലായിട്ട് എങ്ങോട്ടോ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാണെന്നൊന്നും കാണിക്കുന്നില്ലെങ്കിലും ജീൻ ഗ്രേക്ക് ഇനി മാർവലിന്റെ ഫ്യൂച്ചറിൽ വലിയൊരു റോള് തന്നെ ഉണ്ടായിരിക്കുമെന്നത് ഉറപ്പാണ്. ഓൾറെഡി ജീൻ ഗ്രേ സീക്രട്ട് വൺസിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യം കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ മാർവൽ എക്സ്മാനെ വെച്ചിട്ട് പുതിയൊരു റീബൂട്ട് മൂവി ചെയ്യുന്ന കാര്യവും ഏകദേശം കൺഫേം ആണ്. അപ്പോൾ ആ ഒരു മൂവിയിലേക്കും അതുപോലെ തന്നെ എക്സ്മാന്റെ ഒക്കെ തന്നെ എം സിയിലെ ഒരു തുടക്കം എന്ന് പറയുന്നതും ചിലപ്പോൾ ജീൻ ഗ്രേയിലൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ക്രെഡിറ്റ് സീനുകളെ കുറിച്ച് നോക്കാം. നോർമലി റീസെന്റ് മാർവൽ മൂവീസിലൊക്കെ ആയിട്ട് നമുക്ക് സാധാരണയായിട്ട് 2 ക്രെഡിറ്റ് സീനൊക്കെ കിട്ടാറുണ്ടായിരുന്നു. മിഡ് ക്രെഡിറ്റ് സീനായിട്ടും മറ്റൊന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ടും. എന്നാൽ ഈ മൂവിയിലായിട്ട് നമുക്ക് മിഡ് ക്രെഡിറ്റ് സീൻ ഇല്ല, മറിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പലവരും വലിയൊരു സംഭവമായി എന്തെങ്കിലും ആയിരിക്കും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ളതൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും തന്നിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്ന് തന്നെയാണ്. ഈ ഒരു സീനിലായിട്ട് നമ്മൾ കാണുന്നത് ഈ മൂവിയിൽ തന്നെ നെഡ് കണ്ടുപിടിച്ച ആ ഒരു സ്പൈഡി ട്രാക്കറാണ്. അതായത് സ്പൈഡർമാൻ ഇപ്പോൾ എവിടെയാണ് ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വോയിസോടെ ന്യൂ സ്പൈഡർമാൻ സൈറ്റിംഗ് ലൊക്കേഷൻ അൺനോൺ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു ആപ്പിന്റെ സ്ക്രീനിലായിട്ട് നമുക്ക് സ്പൈഡർമാൻ ഉള്ള ക്വീൻസ് ആണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം അത് അവിടുന്ന് സൂം ഔട്ട് ആകാൻ തുടങ്ങിയിട്ട് നമ്മുടെ എർത്ത് കാണുന്നത് വരെയുള്ള അത്രത്തോളം സൂം ഔട്ട് ആവുകയാണ്. അതിനുശേഷം അത് സ്പേസിലൂടെ എങ്ങോട്ടോ പോകുന്നു. അതിനൊപ്പം നമുക്ക് അവിടെ ചെറുതായിട്ട് ഒരു ഗ്ലിച്ച് ഒക്കെ വരുന്നതും കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം വളരെ ദൂരെയായിട്ട് സ്പൈഡർമാന്റെ പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഇതിൽ കാണിക്കുന്ന പുതിയ സ്പൈഡർമാനെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ ആണോ
അതല്ലെങ്കിൽ വേറെ വല്ല വേരിയന്റ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ ഇടയിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലിച്ച് കാണാൻ പറ്റിയിരുന്നു. നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള ഗ്ലിച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത് ഇൻടു സ്പൈഡർ വേഴ്സ് മൂവീസിലൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു മൾട്ടിവേഴ്സൽ വേരിയന്റ് സ്പൈഡർമാൻ ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റൂമേഴ്സ് ഉള്ളത് നമ്മുടെ മൈൽസ് മൊറാൽസിന്റെ സ്പൈഡർമാൻ ആയിരിക്കും ഇതെന്നാണ്. സ്പൈഡർമാന്റെ ഇനിയൊരു പാർട്ട് വരികയാണെങ്കിൽ അതിൽ പീറ്റർ പാർക്കറിനോടൊപ്പം തന്നെ മൈൽസ് മൊറാൽസും ഉണ്ടാകുമെന്ന തരത്തിൽ ഒരുപാട് തിയറീസും റൂമേഴ്സും ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അതുപോലെ മൈൽസ് സീക്രട്ട് വാർസ് മൂവിയിൽ വരുന്നുണ്ട് എന്ന രീതിയിൽ ഒരുപാട് റൂമേഴ്സ് വന്നിരുന്നു. എന്തൊക്കെയായാലും മൈൽസ് മൊറാൽസിന്റെ സ്പൈഡർമാൻ വേർഷൻ അധികം വൈകാതെ തന്നെ MCUലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ഏറ്റവും അവസാനം സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അത് ഏത് മൂവിയിലായിരിക്കും റിട്ടേൺ ആവുക എന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി വരാനിരിക്കുന്ന ഡൂംസ്ഡേ മൂവിയിൽ ടോം ഹാളൻഡിന്റെ സ്പൈഡർമാൻ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പീറ്റർ പാർക്കർ ഈ മൂവി ഉണ്ടായിരിക്കില്ല എന്ന തരത്തിലായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ഡൂംസ്ഡേയിൽ ഉണ്ടായില്ലെങ്കിലും സീക്രട്ട് വാൻസിൽ എന്തായാലും ഉണ്ടാകുമെന്നത് ഏകദേശം കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിട്ട് ഇത് കൂടുതലും സീക്രട്ട് വാൻസിലേക്ക് ലീഡ് ചെയ്യാനായിരിക്കും സാധ്യത. പിന്നെ ഈ സീനിൽ കാണിച്ചിരിക്കുന്ന ഈ പുതിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡൂമ് സീക്രട്ട് വാർസിൽ ക്രിയേറ്റ് ചെയ്തേക്കാവുന്ന ബാറ്റിൽ വേൾഡ് ആണെന്ന തരത്തിലും ഒരുപാട് ഫാൻ തിയറീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പ്രോബബിലി ഈ ഒരു ഡൂംസ്ഡേ അവസാനമോ അല്ലെങ്കിൽ സീക്രട്ട് വാർസിന്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് ഡോക്ടർ ഡൂം കോമിക്സിലേത് പോലെ തന്നെ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പുതിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോ ഇത് അതല്ല മറിച്ച് വേറൊരു വേരിയന്റിന്റെ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ അടുത്തുള്ള സ്പൈഡർമാൻ എവിടെ പോയി? അതുപോലെ ഇനി ഡൂംസ്ഡേയിൽ സ്പൈഡർമാൻ ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ സ്പൈഡർമാൻ എവിടെ പോയി? ഭൂമിയിൽ ഇത്രയും വലിയൊരു ബാറ്റിൽ നടക്കുമ്പോൾ അവരെ ആരും സഹായിക്കാതെ സ്പൈഡർമാൻ എവിടെ പോയി? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഡൂംസ്ഡേയിലൂടെ എക്സ്പ്ലനേഷൻ തരേണ്ടിയും വരും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ മൂവിയുടെ എൻഡിങ്ങിനെയും പോസ്റ്റ് ക്രെഡിറ്റ് സീനെയും കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അതുപോലെ നിങ്ങളുടെ ഫാൻ തിയറീസ് എന്തൊക്കെയാണെന്നും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.